Hi friends, welcome to Richu's Dine and Designs. അവധിക്കാലമൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ജെല്ലി മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 600 മില്ലിയുടെ കപ്പിന് 1 കപ്പ് ജലാറ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജലാറ്റിൻ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 കപ്പ് ജലാറ്റിൻ ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ജലാറ്റിൻ അളന്നെടുത്ത അതേ കപ്പിൽ 3 കപ്പ് വെള്ളം അളന്നൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റോളം നമുക്കിങ്ങനെ തന്നെ വെക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത് 15 മിനിറ്റ് എങ്കിലും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്ത ശേഷം ജലാറ്റിൻ അളന്ന് അതേ കപ്പിൽ 2 കപ്പ് അളവിൽ പഞ്ചസാരയും 2 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ വെച്ച് ചൂടാക്കി പഞ്ചസാര പാനിയാക്കി എടുക്കണം. പഞ്ചസാരയെല്ലാം അലിയിച്ച് എടുക്കണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടുകൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജലാറ്റിനിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ജലാറ്റിനിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ജലാറ്റിനൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരണം. ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. കുറച്ച് സമയം എടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ തരികളൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ മതിയാവും. ഞാനിവിടെ 2 ഫ്ലേവറിലുള്ള ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ബൗൾ എടുത്ത ശേഷം തുല്യ അളവിൽ നമുക്ക് ഈ ജലാറ്റിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഒരെണ്ണത്തിനകത്ത് യെല്ലോ കളറും ഒരെണ്ണത്തിനകത്ത് റെഡ് കളറുമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ യെല്ലോ കളർ ചേർത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 തുള്ളി പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. 3 തുള്ളിയോളം വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻഡി മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ ഐസ് ട്രേക്കകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി യെല്ലോ കളറും പകുതി റെഡ് കളറുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി വന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് എങ്കിലും നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റാണ് ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തത്. ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ജെല്ലി മിഠായി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.